ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ഡയമണ്ട് ബൈറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് നെയ്യും ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുഴയ്ക്കാനുള്ള പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലാണ് ഇത് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചപ്പാത്തി പലകയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ചുരുട്ടി കൊണ്ടുവരാം. ഇത് 2-3 പ്രാവശ്യം ഇതുപോലെ ചുരുട്ടി കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ ഇതുപോലെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഡയമണ്ടിന്റെ ഷേപ്പിൽ ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഡയമണ്ട് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ചെറുത്. അപ്പൊ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി നിൽക്കുന്ന സമയത്ത് ഈ പീസുകൾ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. ഭയങ്കര ക്രിസ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മള് വറുത്തെടുത്ത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടല്ലേ. ഇനി ഇത് വിളയിച്ചെടുക്കണം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല മധുരത്തിനോടൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമുക്കിത് നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിലേക്ക് 1 കഷ്ണം ഞാൻ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ശർക്കര ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരിയ ആ സ്നാക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ട്രൈ ചെയ്യണം. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പീസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.